നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഒരിടത്തൊരു പ്രശ്നം ഉണ്ടായാൽ അത് ലോകം മുഴുവൻ എത്താൻ വലിയ കാലതാമസമൊന്നും ഉണ്ടാവില്ല. അത് സാമ്പത്തികമായിക്കോട്ടെ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമായിക്കോട്ടെ, ഒരു രോഗവ്യാപനമായിക്കോട്ടെ, അങ്ങനെ എന്തുമായിക്കോട്ടെ, അത് വളരെ വേഗം ലോകത്ത് എല്ലായിടത്തും എത്തും. കോവിഡ് മഹാമാരിയുടെ ഭീതിയിൽ നിന്ന് ലോകം പൂർണ്ണമായി മുക്തമാകുന്നതിനിടയിലാണ് ആഗോള യാത്രാ മേഖലയെ വീണ്ടും ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നൊരു പുതിയ വാർത്ത പുറത്തു വരുന്നത്. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾക്ക് ബഹ്റൈനും ജോർദാനും അതിർത്തികൾ കൊട്ടിയടച്ചപ്പോൾ ലോകം ഒന്നടങ്കം ആശങ്കപ്പെടുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ പെട്ടെന്നുള്ള തീരുമാനം? രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾക്ക് അപ്പുറം ലോകത്തെ മുഴുവൻ നിശബ്ദമാക്കാൻ കെൽപ്പുള്ള ഏതോ വലിയൊരു ഭീഷണിയെ പ്രതിരോധിക്കാനാണ് ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ആഗോള ആരോഗ്യ സുരക്ഷയെ മുൻനിർത്തി അതീവ ജാഗ്രതയോടുകൂടെ നടപ്പിലാക്കിയ ഈ യാത്രാവിലക്കിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്തെന്ന് പറയാം. ഗൾഫ് രാജ്യമായ ബഹ്റൈനും ജോർദാനും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ദക്ഷിണ സുഡാൻ, കോങ്കോ, ഉഗാണ്ട എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന വിദേശികൾക്കാണ് ബഹ്റൈൻ 30 ദിവസത്തെ യാത്രാവിലക്ക് പ്രഖ്യാപിച്ചത്. കോങ്കോ, ഉഗാണ്ട രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ പ്രവേശനം ജോർദാനും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. DRC, ഉഗാണ്ട തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇപ്പോൾ എബോള അതിവേഗം പടരുന്നത്. കോങ്കോയിൽ മാത്രം ഇതിനകം 130-ലധികം ആളുകൾ ഈ രോഗബാധ മൂലം മരണപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വൈറസ് അതിർത്തി കടന്ന് അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതോടെ ലോകാരോഗ്യ സംഘടന ഈ രോഗബാധയെ അതീവ ഗുരുതരമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ ആഫ്രിക്കയിൽ 15,000-ലധികം പേരുടെ ജീവനെടുത്ത മാരകമായ രോഗമാണിത്. അതെ, ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ഒരു രോഗമായിരുന്നു ഇത്. അന്നതിന്റെ പ്രത്യാഘാതങ്ങൾ നിരവധി ജനങ്ങളാണ് അനുഭവിച്ചത്. കൃത്യമായ മരുന്നോ ആരോഗ്യകരമായ സാഹചര്യമോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ഈ രോഗം നിരവധി പേരെയാണ് വേട്ടയാടിയത്. അനേകം പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന്റെ ഒരു ജാഗ്രത എന്നോളം ഈ രാജ്യങ്ങൾ ഇപ്പോൾ യാത്രാവിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ബഹ്റൈനും ജോർദാനും. നമുക്കറിയാലോ, ലോകം മുഴുവൻ പ്രവാസികളുണ്ട്. അതുകൊണ്ട് തന്നെ ജോർദാനും ബഹ്റൈനും ഒക്കെ പ്രഖ്യാപിച്ച യാത്രാവിലക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും മിഡിൽ ഈസ്റ്റിലെയും മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗത്തെ നേരിട്ട് ബാധിക്കാവുന്നതാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇബോള വൈറസ് വീണ്ടും പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് UAE. നിലവിലെ സാഹചര്യങ്ങൾ നേരിടാൻ രാജ്യം പൂർണ്ണ സന്നദ്ധമാണെന്നാണ് ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇക്കാലത്ത് ഒരു രാജ്യത്തുണ്ടാകുന്ന ആരോഗ്യ അടിയന്തരാവസ്ഥ തൊട്ടടുത്ത നിമിഷം തന്നെ അന്താരാഷ്ട്ര വിപണിയെയും വ്യോമയാന മേഖലയും ഒക്കെ നിശ്ചലമാക്കാൻ കേൾപ്പുള്ളതാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള യാത്രാ നിയന്ത്രണങ്ങൾ വെറും അതിർത്തികൾ അടയ്ക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇത് ആഗോള ടൂറിസം മേഖലയ്ക്കും ചരക്ക് നീക്കത്തിനും വലിയൊരു തിരിച്ചടി കൂടിയാണ് നൽകുന്നത്. രോഗവ്യാപനം സ്വന്തം മണ്ണിലേക്ക് എത്താതിരിക്കാൻ UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും കർശനമായ സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞു. മുൻകാല പാൻഡമിക്കുകളെ വിജയകരമായി പ്രതിരോധിച്ച പരിചയ സമ്പന്നതയോടെ കൂടുതൽ സുരക്ഷാ പ്രോട്ടോകോളുകൾ നടപ്പിലാക്കാനാണ് ആരോഗ്യ മന്ത്രാലയം നിലവിൽ മുൻഗണന നൽകുന്നത്. ആധുനിക ലോകം പരസ്പരം അത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നായതിനാൽ ഒരു ഭൂഖണ്ഡത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രതിസന്ധി നിമിഷ നേരം കൊണ്ട് തന്നെ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. അത് സാമ്പത്തികവും സാമൂഹികവുമായ വ്യവസ്ഥിതിയെ തന്നെ താറുമാറാക്കും. കോവിഡിന്റെ ആഘാതത്തിൽ നിന്ന് കഷ്ടിച്ച് കരകയറി വരുന്ന വ്യോമയാന ടൂറിസം മേഖലകൾക്ക് ഈ പുതിയ നിയന്ത്രണങ്ങൾ കടുത്ത ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. നമുക്കറിയാലോ, മിഡിൽ ഈസ്റ്റിൽ സംഘർഷം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് വ്യോമയാന മേഖലയാണ്. അതിൽ നിന്നത് കരകയറി വരുന്നതേ ഉള്ളൂ വ്യോമയാന മേഖല. അപ്പോഴാണ് പുതിയ യാത്രാ വിലക്കുകൾ വരുന്നത്. അതിർത്തികൾ അടയ്ക്കുന്നതിനപ്പുറം ആഫ്രിക്കൻ ഗൾഫ് മേഖലകൾ തമ്മിലുള്ള വ്യാപാര ഇടപാടുകളെയും നിക്ഷേപങ്ങളെയും ഒക്കെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ രോഗവ്യാപനം തടയാൻ ഇത്തരം കടുത്ത നടപടികൾ അത്യന്താപേക്ഷിതമാണെങ്കിലും ആഗോള വിപണിയിൽ ഇത് സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥ ചെറുതല്ല. അതിർത്തികൾ അടയ്ക്കുന്നതിലൂടെ രോഗത്തെ തടയാനാകുമെങ്കിലും ഇത് സൃഷ്ടിക്കുന്ന സാമ്പത്തിക നഷ്ടം വരും മാസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ വിപണികളിൽ കൂടുതൽ പ്രതിഫലിക്കുന്നതാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനും എല്ലാം സംഘർഷത്തിലായതിനു ശേഷം മിഡിൽ ഈസ്റ്റിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. നമ്മുടെ നാട്ടിൽ പോലും അത് പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. പെട്രോൾ വിലയിലും ചായയുടെ വിലയിലും മറ്റു സാധനങ്ങളുടെ ഒക്കെ വിലയിലേക്കും ഒക്കെ അത് ചെന്നെത്തി നിൽക്കുകയാണ്. ഇനി ഗ്യാസിന് വില കൂടാൻ സാധ്യതയുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ ഈ മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ ലോകത്തെ മറ്റൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഗുരുതര പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിന്റെ കൂടെയാണ് ഇപ്പൊ മറ്റൊരു വൈറസ് വ്യാപനം കൂടി പുറത്തേക്ക് വരുന്നത്.